ദീർഘകാലം ഒരുമിച്ചു കഴിഞ്ഞ ദാമ്പത്യ ബന്ധത്തിൽ നിന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി വരേണ്ടി വരിക എന്നത് ഏതൊരു മനുഷ്യനും പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ജീവിതത്തിലെടുക്കുന്ന ഏറ്റവും മികച്ച തീരുമാനമായിരിക്കും വിവാഹമോചനം എന്ന് പലരും തിരിച്ചറിയുന്നു. ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും ഹൃദയം തകർക്കുന്ന അവസ്ഥയിലും ഇത് തന്നെയാണ് ശരിയായ വഴിയെന്ന് ബോധ്യപ്പെടുമ്പോൾ ദമ്പതികൾ വേദനയോടെ പിരിയുന്നു. സമകാലിക ലോകത്ത് വിവാഹമോചനം എന്നത് ഒരു സാധാരണ സംഗതിയായി മാറുമ്പോഴും അതൊരു പാപമോ വലിയ വീഴ്ചയോ ആയി കാണുന്ന സാമൂഹിക ചിന്താഗതികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പുതിയ കാലത്തെ വിവാഹമോചനങ്ങൾക്കും വൈവിധ്യമാർന്ന മാനങ്ങളുണ്ട്. ഗ്രേ ഡിവോഴ്സ്, സ്ലീപ്പ് ഡിവോഴ്സ്, സൈലന്റ് ഡിവോഴ്സ് എന്നിങ്ങനെ വിവാഹമോചനത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്ന പേരുകളുടെ പട്ടികയിലേക്ക് ഇപ്പോൾ പുതിയൊരു വാക്കുകൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്: മെനോ ഡിവോഴ്സ്. ആർത്തവ വിരാമത്തിനു ശേഷമോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുൻപുള്ള കാലഘട്ടത്തിലോ ഒരു സ്ത്രീ തൻ്റെ ദാമ്പത്യബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതിനെയാണ് മെനോ ഡിവോഴ്സ് എന്ന് വിളിക്കുന്നത്. മധ്യവയസ്കരായ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി രൂപീകരിച്ച നൂൺ എന്ന ആഗോള പ്ലാറ്റ്ഫോം നടത്തിയ പുതിയ സർവേ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ വെളിച്ചം വീശുന്നു. 45 മുതൽ 65 വരെ പ്രായമുള്ള സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ 1/3 ദാമ്പത്യം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. വിവാഹ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന ശേഷം കൂടുതൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നുവെന്നും സർവേ വ്യക്തമാക്കുന്നു. ആധുനിക കാലത്ത് സ്ത്രീകൾ മുൻകൈയെടുത്ത് നടത്തുന്ന വിവാഹമോചനങ്ങളുടെ നിരക്ക് 46% ഈ റിപ്പോർട്ട് അടിവരയിടുന്നു. ആർത്തവ വിരാമത്തെ വെറുമൊരു ശാരീരിക പരിവർത്തനമായി കാണുന്നത് വലിയ തെറ്റാണ്. UK-യിലെ 2000-ഓളം സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ പലരും തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയാത്തതും യാന്ത്രികമായ ജീവിതവും ഒരു വലിയ സമ്മർദ്ദമായി കാണുന്നു. തൻ്റെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ ശരിയായിരുന്നോ എന്ന ചോദ്യം മധ്യവയസ്സിൽ ശക്തമായി ഉയരുന്നുമുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ആർത്തവ വിരാമഘട്ടത്തിൽ സംഭവിക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിക്കും. ഈസ്ട്രജന്റെ അളവ് കുറയുമ്പോൾ ഉറക്കമില്ലായ്മ, അമിതമായ ദേഷ്യം, ഉത്കണ്ഠ എന്നിവ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആർത്തവ വിരാമം എന്ന ശാരീരിക പ്രക്രിയയല്ല വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നത്. മറിച്ച് ആ സമയത്ത് പങ്കാളിയിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണയുടെ അഭാവമാണ് യഥാർത്ഥ വില്ലൻ. വിവാഹമോചിതരായ സ്ത്രീകളിൽ 56% പറയുന്നത് തങ്ങളുടെ ഏറ്റവും കഠിനമായ കാലഘട്ടത്തിൽ ആഗ്രഹിച്ച പിന്തുണയും പരിഗണനയും പങ്കാളിയിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ്. സ്ത്രീകളുടെ ജീവിതത്തിൽ മധ്യവയസ്സെന്നത് ഒരു പുനർവിചിന്തനത്തിൻ്റെ കാലമാണ്. തൻ്റെ ജീവിതത്തിൽ താൻ എന്ത് നേടി, ഇനി ശിഷ്ടകാലം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നു. ഇത് കേവലം ഹോർമോണുകൾ വരുത്തുന്ന മാറ്റമല്ല, മറിച്ച് ദശാബ്ദങ്ങളോളം കുടുംബത്തിന് വേണ്ടി ജീവിച്ച ശേഷം തൻ്റെ വ്യക്തിത്വത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ്. ജീവിതത്തിനൊരർത്ഥമുണ്ടാകണം, അർഹിക്കുന്ന ബഹുമാനം ലഭിക്കണം, സ്വന്തം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയണം എന്ന ചിന്തകൾ ഈ പ്രായത്തിൽ ശക്തമാകുന്നു. സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങളെക്കാൾ സ്വന്തം അവകാശങ്ങൾക്കും സന്തോഷത്തിനും സ്ത്രീകൾ മുൻഗണന നൽകാൻ തുടങ്ങുന്ന ഈ മാറ്റം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ദൃശ്യമാണ്. തൻ്റെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കാത്തൊരു ബന്ധത്തിൽ ഇനിയും തളച്ചിടപ്പെടാൻ അവർ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നാഡീവ്യൂഹം കൂടുതൽ സെൻസിറ്റീവായി മാറും. ശാരീരികമായ അടുപ്പത്തേക്കാൾ മാനസികമായ സാമീപ്യത്തിനും വൈകാരികമായ പിന്തുണയ്ക്കുമാണ് ഈ ഘട്ടത്തിൽ സ്ത്രീകൾ പ്രാധാന്യം നൽകുന്നത്. ലൈംഗികാസക്തിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും ശാരീരിക അസ്വസ്ഥതകളും പങ്കാളി ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ വരുമ്പോൾ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു. ആർത്തവ വിരാമം നേരിട്ട് വിവാഹമോചനത്തിന് കാരണമാകുന്നില്ലെങ്കിലും നിലവിലുള്ള ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കാൻ ഇതിന് സാധിക്കും. ഹോർമോണുകളെ ഒരു വില്ലനായി ചിത്രീകരിക്കുന്നതിനു പകരം ദമ്പതികൾക്കിടയിലെ ആശയവിനിമയത്തിലെ കുറവായാണ് ഇതിനെ കാണേണ്ടത്. സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളോട് പങ്കാളി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആ ബന്ധം നിലനിൽക്കുമോ തകരുമോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത്. മെനോ ഡിവോഴ്സിനെ കുറിച്ച് പല തെറ്റായ ധാരണകളും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീയുടെ സ്വഭാവദൂഷ്യം കൊണ്ടോ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ടോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നതാണ് പ്രധാനമായ ഒരു തെറ്റിദ്ധാരണ. എന്നാൽ വസ്തുത മറ്റൊന്നാണ്. ഇതൊരു സുപ്രഭാതത്തിലെടുക്കുന്ന തീരുമാനമല്ല. വർഷങ്ങളോളം മനസ്സിൽ കെട്ടിക്കിടക്കുന്ന അസംതൃപ്തിയും അവഗണനയുമാണ് ആർത്തവ വിരാമകാലത്തെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം പൊട്ടിത്തെറിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ
വിവാഹമോചനം നേടുന്ന സ്ത്രീകൾ തങ്ങളുടെ ബാക്കി ജീവിതം സമാധാനത്തോടെയും സ്വന്തം ഇഷ്ടപ്രകാരവും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മക്കൾ വളർന്ന് സ്വന്തം നിലയിലാകുന്നതോടെ കുടുംബത്തിനു വേണ്ടിയുള്ള തന്റെ കടമകൾ അവസാനിച്ചുവെന്നും ഇനി തനിക്ക് വേണ്ടി ജീവിക്കാമെന്നും അവർ കരുതുന്നു. ദാമ്പത്യബന്ധം ദൃഢമായി തുടരണമെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള പരസ്പര ധാരണ അനിവാര്യമാണ്. ആർത്തവ വിരാമം എന്നതൊരു രോഗമല്ല, മറിച്ച് സ്വാഭാവികമായ ഒരു പരിണാമമാണെന്ന് പങ്കാളി തിരിച്ചറിയണം. അവളുടെ മാനസിക മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ ഒപ്പം നിൽക്കാനും കഴിയണം. കുറ്റപ്പെടുത്തലിന് പകരം സ്നേഹത്തോടും ക്ഷമയോടും കൂടി സംസാരിക്കാൻ തയ്യാറാകുന്നത് വഴി പല വിവാഹമോചനങ്ങളും ഒഴിവാക്കാം. വൈകാരികമായ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് സ്ത്രീകളിൽ ആത്മവിശ്വാസം വളർത്താനും സഹായിക്കും. കൗൺസിലിംഗും കൃത്യമായ ആരോഗ്യ പരിചരണവും ഈ ഘട്ടത്തിൽ ദമ്പതികൾക്ക് വലിയ സഹായകമാകും. ചുരുക്കത്തിൽ മെനോ ഡിവോഴ്സ് എന്നത് കേവലം ഹോർമോണുകളുടെ കളിയല്ല, മറിച്ച് മാറ്റങ്ങൾക്കൊപ്പമോടാൻ തയ്യാറാകാത്ത ദാമ്പത്യങ്ങളുടെ തകർച്ചയാണ്. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെ ബഹുമാനിക്കാനും പിന്തുണയ്ക്കാനും സമൂഹം പഠിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ വൈകിയ വേളകളിലും സ്വന്തം സന്തോഷം തിരഞ്ഞെടുക്കാനുള്ള സ്ത്രീകളുടെ അവകാശത്തെ തിരിച്ചറിയുക എന്നതാണ് ഇതിൽ പ്രധാനം. ദാമ്പത്യം എന്നത് രണ്ട് വ്യക്തികളുടെ പരസ്പര പൂരകമായ യാത്രയാകുമ്പോൾ മാത്രമേ ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാനും സാധിക്കൂ.